10ാം വയസ്സിൽ കുടുംബം പോറ്റാനായി ചായ വിറ്റു തുടങ്ങിയ അച്ചപ്പൻ ചേട്ടൻ 70ാം വയസ്സിലും കർമ്മനിരതനാണ്. 60ൽ കൂടുതൽ വർഷങ്ങളായി ഒരാൾ പൊക്കം പോലും ഇല്ലാത്ത ഈ കടയിലാണ് അച്ചപ്പൻ ചേട്ടൻ ചായ വിറ്റു വരുന്നത്. രജനി സ്റ്റൈലിലുള്ള ഈ ചായയടിയിലൂടെ ആരാധകർ ഏറെയാണ് അച്ചപ്പൻ ചേട്ടന്. പക്ഷെ ആളൊരു കുഞ്ഞു കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇക്കാലം അത്രയും ചായയും കടിയും വിറ്റ് സ്വരൂപിച്ച പണം അനാവശ്യമായി ചിലവാക്കാതെ, അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിനായി പോലും മാറ്റിവെക്കാതെ 2 ആൺമക്കളെയും ഒരു പെൺകുട്ടിയെയും തന്നെ കൊണ്ടാവുന്ന വിധം പഠിപ്പിച്ച് ബിരുദധാരികളാക്കി. മക്കൾക്ക് തന്റെ ഭാവി ഉണ്ടാകാതെ സുഖമായി ജീവിക്കാൻ വേണ്ടി തന്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നത് എണ്ണിപ്പെറുക്കി അദ്ദേഹം നേടിയെടുത്തത് തന്റെ ഏറെ നാളുകളായുള്ള സ്വപ്നങ്ങളാണ്. തല ചായ്ക്കാൻ പോലും ഒരു തുണ്ട് ഭൂമി ഇല്ലാതിരുന്ന അച്ചപ്പൻ ചേട്ടൻ ഇന്ന് അന്തി ഉറങ്ങുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കാണണം. കഠിനമായി പരിശ്രമിച്ചാൽ എന്തും നേടാം എന്നതിന്റെ തെളിവ് ആ മതിലിൽ പതിപ്പിച്ച ആ പേരാണ്. ശരിക്കും നമ്മളെ അധ്വാനിച്ചാ ജീവിക്കാം. നമുക്ക് 10 രൂപ കിട്ടുമെങ്കിൽ 9 രൂപയെ ചെലവാക്കാൻ പോകുള്ളൂ. 1 രൂപയെങ്കിലും മെച്ചം വരുത്തണം. സാധാരണ ഒരു പണിക്കാരൻ 8 മണിക്കൂറാണ്. അതിൽ 8 മണിക്കൂർ 4 മണിക്കൂറേ പണിയെടുക്കുള്ളൂ. ഞാൻ 16 മണിക്കൂറാണ്. 16 മണിക്കൂറാണ് പണിയെടുക്കുന്നല്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. അച്ചപ്പൻ ചേട്ടൻ അല്ലേ? ശരിക്കുള്ള പേര് അഗസ്റ്റിൻ. ഇപ്പൊ ഒരു 70 വർഷമായില്ലേ ഈ ഒരു കട തുടങ്ങിയിട്ട് അല്ലേ? 77 വയസ്സായി. 67 കൊല്ലായിട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? 10 വയസ്സിൽ തുടങ്ങിയതാണ്. ഞാനിപ്പോ കൊറേ വീഡിയോസ് ഇങ്ങനെ വൈറലായതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മള് കുമ്പളങ്ങിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കൊറേ മീഡിയാസിലൊക്കെ വന്നിട്ട് ആകെ വൈറലായിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ? മക്കളൊക്കെ എന്താ പറയുന്നേ? അവർക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. വളർന്നു പോയത്. ഓക്കെ. മൂത്താള് ബാങ്കുകാരാണെങ്കിലും കാലത്ത് വന്ന് സഹായിച്ചു തരും. ഇളയാള് ഒമാനവില്ല. അവരൊക്കെ എന്താ ചെയ്യുന്നേ? ഒരാള് ഒമാനവില്ല, ഒരാൾ ബാങ്കിൽ. മാക്ക് 2 മക്കളുണ്ട്. അവരെല്ലാം ഇവിടെ നിന്നാണ് പഠിച്ചു പോയത്. മാക്ക് 2 മക്കളുണ്ട്. അവരെല്ലാം പഠിച്ചു വിടുന്ന. ഒരാളിന് ബാങ്കിൽ മാനേജറായിട്ട് കിട്ടിയിട്ടുണ്ട്. പേരക്കിടാങ്ങ് 7 പേരക്കിടാങ്ങളുണ്ട്. 3 മക്കളുണ്ട്. ഈ 10 വയസ്സിൽ ശരിക്കും പറഞ്ഞ ഒരു പണി ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു പ്രായമാണ് അല്ലെ? ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു? അപ്പന് ചായക്കടയായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഇതായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ചായക്കടയായിട്ട് മാറിയതല്ലേ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണല്ലോ. ഈ ഒരു ചായക്കടയിൽ നിന്നാണ് ആ ഒരു വലിയ വീട് വരെ ഉണ്ടാക്കിയത്. വീടുണ്ടാക്കാൻ കാരണക്കാരൻ ഞാനാണ്. പിള്ളേരൊക്കെ പഠിപ്പിച്ച്. ഞാൻ പഠിച്ചില്ല. ഞാൻ പിള്ളേരെങ്കിലും പഠിക്കണമെന്ന് പിള്ളേരെ പഠിപ്പിച്ച്. 3 പേരും പഠിപ്പിച്ച്. അതിന് ഒരാൾ ബാങ്കിൽ കിട്ടി, ഒരാൾ ഒമാൻ നേവിയിൽ കിട്ടി. മകളെ കെട്ടിച്ച്. അവർക്ക് 2 മക്കൾ ഇവിടെ നിന്നാണ് പഠിക്കണത്. ഒരാൾ ബാങ്കിൽ മാനേജറായി. അങ്ങനെ ഈ ചെറിയ കടയിൽ നിന്ന് പോയതാണല്ലോ. അപ്പൊ ചേട്ടന് ഈ ഒരു കട കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് വാടകയാണ്. ഇത് വാടകയാണ്. മകൻ്റെ ഒരെണ്ണം തോമ്പടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ബാർ ഹോട്ടലാണ്. അതിന്റെ പേര് റാസെന്നാണ്. ഓ ശരി. അപ്പൊ ചേട്ടന്റെ ഒരു ദിവസം ശരിക്കും പറഞ്ഞ എങ്ങനെയാ തുടങ്ങുക? ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞു സാധാരണ ഒരു പണിക്കാരൻ 8 മണിക്കൂറാണ്. അതിൽ 8 മണിക്കൂർ 4 മണിക്കൂറേ പണിയെടുക്കുള്ളൂ. ഞാൻ 16 മണിക്കൂറാണ്. 16 മണിക്കൂറാണ് പണിയെടുക്കുന്നല്ലേ? അത് ചൂടത്ത് കാലത്ത് 6 മണിക്ക്, നേരത്തെ 5 മണിക്ക് ആക്കുവാണ്. 11:30 12 മണിയാകുമ്പോഴേ കിടക്കണം. വെള്ളയപ്പത്തിന് അരിയൊക്കെ ആട്ടി കൊടുക്കും. പിന്നെ പിള്ളേരെ സഹായിച്ചു കൊടുക്കും. ചായക്കട 6 മണിക്ക് കൂട്ടും. അത് കഴിഞ്ഞ് വെള്ളയപ്പം ഉണ്ടാക്കണമില്ല. അതിന് വെള്ളയപ്പത്തിന് പൊടിയൊക്കെ അരച്ചു കൊടുക്കണം ഞാൻ. ഓ ശരി. അപ്പൊ ശരിക്കും നമ്മളെ അധ്വാനിച്ചാ ജീവിക്കാം. അതെ, അത് അച്ചപ്പൻ ചേട്ടനെ കണ്ട് തന്നെ പഠിക്കണം. ഈ ഒരു കടയിൽ നിന്ന് തുടങ്ങി കൊറേ കാര്യങ്ങളാണ് അച്ചപ്പൻ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ എന്താ പറയാ, ഇവിടെ എന്തൊക്കെ കൊടുക്ക? സാധാരണ പൂട്ട്, വെള്ളയപ്പം, ഇറച്ചി, കടല, പപ്പടം, പിന്നെ കുറുമ, പച്ചക്കറി. ഉച്ച കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് കൊണ്ട് സവാള, പടംപൊരി. അത് 6 മണിയാകുമ്പോൾ തീരും. അപ്പൊ തന്നെ അടച്ചു പോകും. പിന്നെ അടുത്ത വെള്ളയപ്പത്തിനുള്ള പരിപാടി. സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? കൂട്ടുകാർ ഇഷ്ടംപോലെ ആൾക്കാർ കാലത്ത് വരും. ഈ ചൂടായാലും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പോഴും ആൾക്കാരുണ്ടായിരുന്നേനെ. ഓക്കെ. ഇപ്പൊ കുഞ്ഞിലേ മുതലേ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ അന്നേരമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും വരാറുണ്ടോ? ഉണ്ടല്ലേ? ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നത്? ആ ഒരു എന്താ പറയാ, സ്കൂളിൽ സപ്പോർട്ട് ചെയ്ത് ഭാര്യയായിരുന്നു. അയാൾ എന്നോടൊപ്പം പണിയെടുക്കുമായിരുന്നു. 50 കൊല്ലം ഇണങ്ങിയും വിടങ്ങിയും അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അയാൾ മരിച്ചിട്ട് പോയി 1.5 കൊല്ലമായി. അയാൾ ഡയാലിസ് ആയി പോയി. 5 കൊല്ലം വരെ ഡയാലിസ് ചെയ്തു. പിന്നെ അയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് പോയി. അപ്പൊ പിന്നെ ഓരോറ്റക്കായി എന്നുള്ളൊരു തോന്നല്. പിന്നെ പിള്ളേരൊക്കെ ആ സ്നേഹം കൊണ്ട് അത് ഒറ്റപ്പെടൽ തോന്നണില്ല. പിള്ളേര് ആത്മാർത്ഥം എല്ലാവരും മാറി മാറി
നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തരും. അങ്ങനെ പിള്ളേർക്ക് വലിയ കാര്യം, അങ്ങനെ പിള്ളേരുള്ളത് കൊണ്ട് അങ്ങനെ പോയി പോകുന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യനെ അടക്കിയ സ്ഥലത്ത് പോയി. ഞാൻ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും പോകും അല്ലേ? പോയിട്ട് വന്നേരം കിട്ടും. ആണല്ലേ? എല്ലാ ദിവസം രാവിലെ അങ്ങനെയാണോ തുടങ്ങുക? ഇല്ല, കാലത്ത് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടി തുടങ്ങും. ഉച്ചക്ക് കൂട്ടിച്ചും അവിടെ പോകും. അത് കഴിഞ്ഞ് രാത്രി കൊണ്ട് തിരികെ എത്തിക്കാൻ വേണ്ടി പോകും. തിരികെ എത്തിക്കാൻ പോകും. ദിവസം 2 പ്രാവശ്യം പോകും. ദിവസം 2 പ്രാവശ്യം പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടായിരിക്കും അല്ലേ പോകുന്നത്? അപ്പൊ അയാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേ. ജീവിച്ചിരുന്നപ്പോഴാണ് സുഖമായിരുന്നു കിടക്കാൻ പറ്റില്ല. അപ്പം മരിക്കുമ്പോഴെങ്കിലും സുഖമായി കിടക്കട്ടെ എന്നോർത്ത് ഒരു സ്വന്തം കല്ലറൊക്കെ വിലക്ക് മേടിച്ച് അത് കല്ലറയെല്ലാം മൂടിയേക്കണം. അതപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ കാശിൻ്റെ നമ്മുടെ അയാളെ എന്നോടൊപ്പം പണിയൊക്കെ എടുത്തല്ലേ, മരിച്ചു കഴിയുമ്പോഴെങ്കിലും സുഖമായി കിടക്കട്ടെ. അതെ 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 അതെ. ഇപ്പൊ ഈ വീടിന്റെ അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെ പള്ളി പോകാനൊക്കെ സുഖമാണ്. സുഖാണ്. അപ്പൊ അവിടെ പോയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോരും. ദിവസത്തിലെല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമോ ചേട്ടൻ? ഇതിനും പ്രാർത്ഥിക്കും. ഞങ്ങൾ മുഖാമുഖം കണ്ട് ഇതിനും പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ പറയും. അന്നൊക്കെ എത്ര രൂപയ്ക്കാ ചായ വിറ്റ് തുടങ്ങി? ഞാൻ തുടങ്ങുമ്പോ ഒരണേന്ന് പറഞ്ഞാൽ 6 പൈസ. 6 പൈസക്കാണ് തുടങ്ങിയത് അല്ലേ? ചായക്ക് വേണം, കടിക്ക് അതിന്റെ നേരെ പകുതി 6 കാശ്. 12 കാശ് വരുമ്പോഴാണ് ഒരണ. അങ്ങനെ അന്ന് അങ്ങനെ ചായക്ക് ഒരണ, കടിക്ക് 3 കാശ്. അവിടെ നിന്ന് പിന്നെ പൈസയായി മാറി. പൈസ ആയപ്പോ ചായക്ക് 6 പൈസ. ഇപ്പൊ ആ ചായക്ക് 10 രൂപയായി. 10 രൂപയായല്ലേ? അത്ര മാറ്റം വന്നു. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചപ്പൻ ചേട്ടനെ പോലെ അധ്വാനിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് കാണുന്നതൊക്കെ. അത്രയും നാള് മുമ്പ് അധ്വാനിച്ച് ഇപ്പോഴും ആ ഒരു അധ്വാനം ഇപ്പോഴും നിലനിൽക്കാണ്. ഒരു കാര്യം, അധ്വാനിക്കുന്ന പൈസ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അല്ലാണ്ട് ബാറുകാരിക്കുക അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഒന്നും ഉണ്ടാക്കാൻ നോക്കില്ല. ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് 10 രൂപ കിട്ടുമെങ്കിൽ 9 രൂപയെ ചിലവാക്കാൻ പോകുള്ളൂ. 1 രൂപയെങ്കിലും മെച്ചം വരുത്തണം. അങ്ങനെ മെച്ചം വരുത്തിയതാണ് ഇപ്പോൾ എൻ്റെ കാണുന്ന നേട്ടം. അതെ, അതാണ് ആ നേട്ടം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചെറിയൊരു കടയിൽ നിന്ന് അത്രയും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന്. അത് ഞാൻ പറയില്ലേ, ഒരു മനുഷ്യന് ഇവിടെ സാധാരണ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറേ പണിയെടുക്കുള്ളൂ, ബാക്കിയൊക്കെ 8 മണിക്കൂർ. ഇത് ഞാൻ 16 മണിക്കൂറാണ്. 16 മണിക്കൂർ പണിയെടുത്തിട്ട് ആ പൈസ എന്താ പറയാ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവാക്കോ ഒന്നുമില്ല അല്ലേ? നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കാശ്. നമ്മൾ അധ്വാനിച്ചിട്ട് കാശ് പാട് കെട്ടിക്കളയാതെ സൂക്ഷിച്ചാൽ ഇനിയുള്ള തലമുറക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഇതുവരെ വന്ന. അല്ലാണ്ട് 10 രൂപ കിട്ടുമ്പോൾ 20 രൂപ ചിലവാക്കിയാൽ 10 രൂപ കട പോകും. അപ്പൊ ഒരിക്കലും നേട്ടം ഉണ്ടാകില്ല. കടം വരുത്താതിരിക്കുക, അതാണ് ഏറ്റവും വലിയ. അന്നേരമൊക്കെ ഇത് ശ്രദ്ധിക്കുമായിരുന്നോ? കടം വരുത്താണ്ട് ഉള്ളത് കൊണ്ട് വളരെ ഞെരിഞ്ഞ് 1 പൈസയെങ്കിലും മെച്ചം വരുത്താൻ നോക്കും. പിന്നെ പിള്ളേരൊക്കെ വലുതായി പണിക്കാരായപ്പോൾ പിന്നെ അവരവരുടേതായ വഴിയിൽ ഉയർന്നു. അതെ 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 അതെ.